ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഗ്ലോബലി വളരെയധികം അൺസർട്ടനിറ്റി നിലനിൽക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയായെന്ന് ട്രംപ് പ്രഖ്യാപനം നടത്തി. അതിന് ശേഷം ഇറാൻ പ്രതികരിച്ചിട്ടില്ല, ഇസ്രായേലും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മൊമെൻറ്റിലും. ഇതിനിടെ ഖത്തറിലുള്ള US ബേസ് ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ഖത്തറും പറഞ്ഞു. അപ്പോൾ ഗൾഫ് റീജിയൻ എല്ലാം തന്നെ ഒരു പുകയുന്ന അവസ്ഥയിലാണുള്ളത്. ഇതിനിടെ ഈ സീസ് ഫയർ ട്രംപ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് US മാർക്കറ്റ്, US ഫ്യൂച്ചർ പോസിറ്റീവായി, ഗിഫ്റ്റ് നിഫ്റ്റി പോസിറ്റീവായി. പക്ഷേ ട്രംപ് പറഞ്ഞതനുസരിച്ചാണ് ഇത് രാജ്യങ്ങളും ഇത് ധാരണയിൽ വരണം. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള അജണ്ട എന്താണ്, അല്ലെങ്കിൽ എന്താണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ധാരണയായതെന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ചാഞ്ചാട്ട സാധ്യതകൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് നമുക്കൊന്ന് കാണാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാൻ നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു, ഡോ പോസിറ്റീവായിരുന്നു. ആ ഒരു പോസിറ്റീവ് റിയാക്ഷൻ യൂറോപ്യൻ മാർക്കറ്റിൽ കണ്ടില്ല. കാരണം യൂറോപ്യൻ മാർക്കറ്റ് നേരത്തെ ക്ലോസ് ചെയ്തു. കാരണം ഡാക്സ്, CAC 40, FTSE എല്ലാം തന്നെ റെഡിൽ ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്നലെ സ്പൈക്ക് ചെയ്തിരുന്നു. ഇന്നലെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ, ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ എല്ലാം തന്നെ പോസിറ്റീവാണ്. കൂടാതെ തന്നെ അതിൻ്റെ ടോപ്പിൽ നിന്ന് മൂന്നാമത് കാണാം ഗോൾഡ് ഇടിഞ്ഞു $20. കൂടാതെ തന്നെ ബ്രന്റ് ഓയിലും 1% ഇടിഞ്ഞു. അതിൻ്റെ ടോപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ കയറി. അപ്പോൾ യുദ്ധം തീർന്നു അല്ലെങ്കിൽ തീരാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് ഗ്ലോബൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ നമ്മൾ പതിയെ കൺഫർമേഷൻ ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുമ്പോൾ മാത്രമാണ് അത് സത്യമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എനിവേ, ഇപ്പോൾ ആ ഒരു യുദ്ധം തീർന്നു അല്ലെങ്കിൽ തീരാൻ പോകുന്നു എന്നുള്ള നിലക്കാണ് ഗ്ലോബൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. പൈസൽ റെക്കമെൻഡേഷൻ അല്ല. ടാറ്റ മോട്ടേഴ്സ് ഇവരുടെ ഹാരിയർ EV ഇതിൻ്റെ എല്ലാം തന്നെ ബുക്കിംഗ് കമ്പനി ആരംഭിച്ചു. കമ്പനി വളരെയധികം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു വാഹനമാണ് ഹാരിയർ EV. ദേവയാനി ഇൻ്റർനാഷണൽ കമ്പനി KFCയുടെ എല്ലാം തന്നെ ഇന്ത്യയിലെ പ്രൊമോട്ടേഴ്സാണ്. അപ്പോൾ ഇവർ ഒരു പുതിയ അക്വിസിഷൻ നടത്തിയിട്ടുണ്ട്. സ്കൈ ഗേറ്റ് ഹോസ്പിറ്റാലിറ്റി എന്ന കമ്പനീനെ അക്യൂർ ചെയ്തു. HJ ഇൻഫ്ര കമ്പനി ഇവർക്ക് ഒരു മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഓർഡർ ലഭിച്ചു. ഗാർവേഴ്സ് ടെക് കമ്പനി ഇവരെ സംബന്ധിച്ചോളം ന്യൂസ് ഉള്ളത്, ഇവർ ന്യൂജൻ കാർഗിൻ എന്ന് പറഞ്ഞൊരു ഓഫ്ഷോർ കമ്പനീനെ അക്യൂർ ചെയ്തു. കൊച്ചിൻ ഷിപ്പ്യാർഡ് കമ്പനി, കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ സബ്സിഡിയറി കമ്പനിയാണ്. ഹൂഗ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡിന് ഏകദേശം ഒരു 100 കോടി രൂപയുടെ ഒരു പുതിയ ഓർഡർ കിട്ടി. HSCC കമ്പനി ഇവരെ സംബന്ധിച്ചോളം ന്യൂസ് ഉള്ളത്, ഇവരുടെ മാനേജിങ് ഡയറക്ടർ റിസൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. മഹീന്ദ്ര ലൈഫ് സ്പേസ് കമ്പനി ബോംബെയിലെ ഒരു പുതിയ പ്രൊജക്റ്റ് ആരംഭിക്കുന്നുണ്ട്. മെട്രോ ബ്രാൻഡ് കമ്പനി ക്ലാർക്ക് എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് പുതിയ ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് ഏർപ്പെട്ടു. ബാലു ഫോർജ് കമ്പനി ഒരു ഡിഫൻസ് എയറോസ്പേസ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് 40% സ്റ്റേക്ക് ഇവരുടെ സബ്സിഡറി കമ്പനിയിൽ ഇവർ അക്യൂർ ചെയ്തു. NVO ഇൻഫ്ര കമ്പനിക്ക് 306 കോടി രൂപയുടെ റിന്യൂവബിൾ പ്രൊജക്റ്റിൻ്റെ ഓർഡർ ലഭിച്ചു. സിഗ്നേച്ചർ ഗ്ലോബൽ കമ്പനിക്ക് ഇവർ 10 ഏക്കർ ലാൻഡ് ഗുരുഗ്രാമിൽ അക്യൂർ ചെയ്തു. ലക്ഷറി റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. താങ്ക് യു.